ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കരിക്കിൻ്റെ ഉള്ളിനകത്ത് അധികം മസാലയൊന്നും ഇല്ലാതെ തന്നെ ചിക്കൻ കുറച്ച് മസാലകൾ മാത്രം ചേർത്ത് ഇട്ട് കരിക്കിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അടുപ്പിൽ ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് വേവിക്കുന്ന ഒരു റെസിപ്പിയാണ് ഒരു ടെൻഡർ കോക്കനട്ട് ചിക്കൻ റോസ്റ്റ്. നമ്മളിതിൽ കൂടുതൽ വേറെ ഒരുപാട് മസാല ഇട്ട് വഴറ്റി അങ്ങനെ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ട് ചെയ്യുന്നതല്ല. തനി ടെൻഡർ കോക്കനട്ട് ചിക്കൻ റോസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ അറിയാമായിരിക്കാം, ചിലരൊക്കെ ചെയ്യുന്നതാണ്. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എന്തായാലും നമുക്കിപ്പം ഈസ്റ്ററും പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കരിക്ക് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 തണ്ട് പച്ചക്കുരുമുളകും 2 ടേബിൾ സ്പൂൺ കൊത്തമല്ലി, അതുപോലെ 5-6 വറ്റൽമുളക് ചൂടാക്കി എടുത്തത്, അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തത്, പിന്നെ 2 കാന്താരി മുളക്, പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ വെളുത്തുള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ പെട്ടെന്ന് അത് ഗ്രൈൻഡായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകിൽ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ നല്ല പേസ്റ്റ് പോലെ അങ്ങനെയും അരച്ചെടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ക്രഷ് ചെയ്തെടുക്കുമ്പം ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ആ ഒരു ഫ്ലേവർ ക്രഷ് ചെയ്തെടുക്കുമ്പം ഈ കുരുമുളകൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിഷ്ടമല്ലാത്തവർക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു ചെറുതായിട്ടൊരു ക്രഷും ഉണ്ട്, എന്നാൽ അധികം പേസ്റ്റും അല്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പായിരിക്കും ഏറ്റവും കൂടി നല്ലത്. അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇതാ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് അടപ്പിലുള്ളതൊക്കെ ഒന്ന് എടുക്കാം. നമ്മളെപ്പോഴും ഈ മിക്സിയിലൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ പേസ്റ്റ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ട് ആ ഗ്രൈൻഡറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കരിക്ക് ചിക്കനകത്തോട്ട് വേറെ എന്താ പറയുക വെള്ളമൊന്നും അധികം ചെയ്യുന്നില്ല. അപ്പോൾ അതാ ഞാൻ 350 ഗ്രാമിനടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള വെള്ളം ഒന്നും കൂടി നമുക്കൊന്ന് കളയാം. നമ്മൾ കഴുകി വെച്ചിരുന്ന് കുറച്ച് കഴിയുമ്പോഴും ചിക്കനിനകത്ത് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല ചിക്കനകത്തോട്ട് ഇട്ടെടുത്ത് നന്നായിട്ട് അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 20 മിനിറ്റൊക്കെ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മസാലകൾ നന്നായിട്ട് പിടിക്കും. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പിട്ടത് കൊണ്ട് നമ്മളിനി ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് നന്നായിട്ട് കൂടും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കരിക്കിൻ്റെ ഉള്ളിനകത്താണ്. ഒരു കരിക്ക് എടുക്കുക, അതിൻ്റെ മുകൾ ഭാഗം ചെത്തിയതിന് ശേഷം അതിൻ്റെ വെള്ളം എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് കരിക്ക് എടുക്കുക. അത് തന്നെ ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സവാള ഞാൻ ഒരു സ്ക്വയർ പീസ് പോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാള എടുത്ത് ഇതുപോലെ കുഞ്ഞു സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി കൈ കൊണ്ടൊന്ന് അതൊന്ന് തിരുമ്മി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്കിത് കരിക്കിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈ കൊണ്ട് പിടിച്ചാലേ നിൽക്കും, അല്ലെങ്കിൽ ഒരു റിങ്ങിനകത്തോ അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്തോ ഇട്ട് വെക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ,
അത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം മാറ്റി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കുറച്ച് ഒരു മീഡിയം സൈസ് പീസിലാക്കി കട്ട് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വായ്ക്കുള്ളിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതല്ല വലിയ പീസാണെങ്കിൽ ഇത് കുറച്ചും കൂടി വലുതായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പോകുന്ന രീതിയിൽ നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഉള്ളിൽ കരിക്കിൻ്റെ ഫ്ലഷും ഉണ്ട് കേട്ടോ. ഒരു സ്പൂണ് എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിനകത്തോട്ട് സ്ഥലം ഉണ്ടാക്കിയിട്ട് അത് വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ കരിക്കിൻ്റെ ആ ചെത്തിയ ഭാഗം എടുത്തിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ വേണം. അതുപോലെ കുറച്ചുകൂടി കറിവേപ്പില നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മുകളിൽ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ കരിക്കിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. കഴിയുന്നത്ര ഫില്ല് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലിട്ട് ഒരു മാർബിളിൻ്റെ പീസും അതുപോലെ ഒരു സൈഡിൽ വെച്ചിട്ട് കല്ലും കുറച്ച് അടുപ്പിച്ചിട്ടാണ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിയിൽ നന്നായിട്ട് തീ കത്തുന്നുണ്ട്. ചിരട്ടയും ചേരിയും അതുപോലെ നമ്മുടെ ഓലയൊക്കെയാണ് വെച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് വയ്ക്കുക. അതുപോലെ ഇതിൻ്റെ മുകളിലും നമുക്ക് ചേരി കുറച്ച് വെച്ച് കൊടുക്കാം. അതാകുമ്പം മുകളിലുള്ള ചിക്കൻ പീസസും നന്നായിട്ട് വെന്തോളും. അപ്പോൾ നമ്മുടെ അടുപ്പ് നന്നായിട്ട് കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചേരിയൊക്കെ എടുത്ത് കത്തിക്കാനായിട്ടാണ് വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ മുകളിലും കൂടി ആ ഒരു ചൂട് തട്ടുമ്പോൾ നമുക്ക് ആ മുകളിലുള്ള ചിക്കൻ പീസസും കൂടി നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം ഒന്നാമതെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. ഈ അടുപ്പിൻ്റെ ചൂടും വെയിലിൻ്റെ ചൂടും കൊണ്ട് നമ്മൾ വശം കെട്ട് പോകും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ചേരിയൊക്കെ എടുത്ത് വെച്ചിട്ട് അതും കൂടി കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുകളിൽ ചിരട്ടയും വെച്ചിട്ടുണ്ട്. കാരണം മുകളിലും കൂടി ആ കല്ലുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാം കത്തി നമ്മുടെ കരിക്ക് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ മുകളിലുള്ള ഈ ചേരിയുടെ ഇതൊക്കെ പൊടിയും അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കാം. നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ തേങ്ങ പൊതിക്കണ കത്തിയാളെന്ന് പറയും ഇവിടെ, കൊടുവാള വെച്ചിട്ട് അതിൻ്റെ ആ സൈഡിലുള്ള കരിയൊക്കെ ഒന്ന് മാറ്റുകയാണ്. നന്നായിട്ട് തന്നെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് നല്ല ചൂടായതുകൊണ്ട് ചിരട്ടയും ചേരിയൊക്കെ നല്ല ഉണങ്ങിയതായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇപ്പോഴും കത്തുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ആ ചേരിയൊക്കെ, ആ പച്ച ചേരിയൊക്കെ തന്നെ തീയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി സാവധാനം എടുത്ത് ഞാനൊരു വാഴയിലക്കകത്തോട്ടാണ് തട്ടിയിട്ട് കൊടുക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചിക്കൻ്റെ കരിക്കിൻ്റെ ഉള്ളിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് ചിക്കൻ ഇതിനകത്തോട്ട് സെപ്പറേറ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് തട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ചിക്കൻ്റെ ഒരു സൂപ്പായിട്ടൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഗ്രേവി പോലത്തെ സംഭവമാണ്. അപ്പോൾ അത് വെറുതെ അങ്ങ് ഒഴുകിപ്പോവും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ചിക്കൻ സ്റ്റോക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ആ വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ഞാൻ ഇതിനകത്തോട്ട് സെർവ് ചെയ്യാം. അതുപോലെ ചിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചിക്കൻ നല്ല സ്മെല്ലാട്ടോ. നല്ല സ്മെല്ലുമാണ്. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഇത് കമഴ്ത്തിയാൽ മതി. പക്ഷെ അതിനകത്ത് ഇനിയും ചിലപ്പോൾ അടിയിൽ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വാഴയിലൊരു പ്ലേറ്റിനകത്ത് വെച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്യേണ്ടി വരും. ചിക്കൻ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ കരിക്കിൻ്റെ ആ പൾപ്പുണ്ടല്ലോ, അതും കൂടി നമുക്ക് സ്പൂണിൽ ഇങ്ങനെ കോരി ചിക്കനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കളയേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ചിക്കൻ്റെ ആ പൾപ്പും കൂടി നമ്മൾ ആ കരിക്കിനകത്തുനിന്ന് സ്പൂൺ വെച്ചിട്ട് ചെറുങ്ങനെ മാന്തി എടുക്കാം. അതിനുശേഷം ചോറിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു അടിപൊളി ടെൻഡർ കോക്കനട്ട് ചിക്കൻ്റെ റെസിപ്പി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കരിക്ക് നമ്മൾ അരച്ച്